ദിലീപും ശരണഞ്ജലും ഇതാ അഞ്ചലിന്റെ തുടർന്ന മണ്ണിലേക്ക് എത്തിച്ചേരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിന്റെ കർമ്മയോഗികൾ ഇതാ കടന്നു വരുന്നു. കൊല്ലം അഞ്ചലിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ചൽ ഡിവിഷനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ഷെറിൻ 872 വോട്ടിനും ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ 8ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ഷീജ ദിലീപ് 24 വോട്ടിനുമാണ് വിജയിച്ചത്. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ. ബ്ലോക്ക് പഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി ഗിരിജ മുരളി 2ാം സ്ഥാനത്തും BJP സ്ഥാനാർത്ഥി ഉമേഷ് ബാബു 3ാം സ്ഥാനത്തും ഒതുങ്ങി. അഞ്ചൽ പഞ്ചായത്തിലെ 10 മുതൽ 18 വരെ വാർഡുകളിലാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കഴിഞ്ഞ 20 വർഷക്കാലമായി LDFന്റെ കയ്യിലിരുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഞ്ചൽ ഡിവിഷൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണം തിരഞ്ഞെടുപ്പിലാണ് UDF സ്ഥാനാർത്ഥി സക്കീർ ഹുസൈൻ പിടിച്ചെടുത്തത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ഈ നാട്ടിലെ സമ്മതിദായകരോടുള്ള നന്ദി അറിയിക്കുന്നു. വലിയ കുപ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും നടത്തി വലിയ രീതിയിൽ യുഡിഎഫിനെതിരെ കുപ്രചരണങ്ങൾ നടത്തിയിട്ടും ശ്രീ സക്കീർ ഹുസൈനെ ഈ നാട്ടിലെ ജനങ്ങൾ മറന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വിജയം. ഈ വിജയം സമ്മാനിച്ച, ഈ വിജയം നൽകിയ എല്ലാവരോടുമുള്ള വലിയ നന്ദി അറിയിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചൽ ഡിവിഷൻ സക്കീർ ഹുസൈൻ സഹോദരിയുടെ മകനായ ഷെറിനിലൂടെ UDF വീണ്ടും പിടിച്ചെടുക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് വിജയത്തിൽ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തലും നടത്തി. എൻ്റെ വാർഡിൽ എന്നെ വിജയിപ്പിച്ചതിന് എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാവരും എന്നെ സഹായിച്ചതിന്. പ്രത്യേകം നന്ദി. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തും ഇടമുളയ്ക്കൽ പഞ്ചായത്തും LDF ആണ് ഭരിക്കുന്നത്. ന്യൂസ് കേരളം, കൊല്ലം. ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കാലാവധി 1 വർഷം. വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ്. കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു. ആയതിനാൽ ഓപ്പറേറ്ററുമാകാം, ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം. യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും 24 വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു. താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി. ഫീസ് തവണകളായി അടയ്ക്കാം. പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുക. JCB, മൊബൈൽ ഹൈഡ്രാ ക്രെയിൻ, ഫോക്ക് ലിഫ്റ്റ് മാനുവൽ, ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക്, ഫോക്ക് ലിഫ്റ്റ് ഇലക്ട്രിക്കൽ, ടെലസ്കോപ്പിക് ഹെവി ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രെയിൻ, ബോബ്കാറ്റ്, ഷവൽ, ഡോസർ, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ ബൂം ലോഡർ, ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ 14 എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു. ഇതിനൊപ്പം 4 വീലർ ഇല്ലാത്തവർക്ക് 4 വീലറും കൂടെ പഠിപ്പിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന 18 വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം. ഇന്നു തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ.